ഹലോ ഗായ്സ്, നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആളാണോ? അതുപോലെ തന്നെ ഹാക്കിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഹായ് ഗായ്സ്, എൻ്റെ പേര് മയു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. എൻ്റെ പേര് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് പ്രൊഫൈൽ കിട്ടുന്നതാണ്. ഞാൻ ഈ പേരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ, അതായത് 0 ടു ഹീറോ ലെവലിലേക്കുള്ള ഒരു പ്ലേലിസ്റ്റാണ്. സൈബർ സെക്യൂരിറ്റി കരിയറിൽ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ലിനക്സ് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ലിനക്സ് എന്ന് പറയുമ്പോൾ ഉബുണ്ടു അല്ല, ലിനക്സിൽ തന്നെ വരുന്ന കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് OS ആണ്. ഇത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ ഹാക്കേഴ്സും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ OS ആണ്. ഇത് നമ്മുടെ വിർച്വൽ ബോക്സിലേക്കാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ സിമ്പിളായ ഒരു അപ്രോച്ചിലൂടെയാണ് ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെഷീനിലും ഇതേ ഒരു OS സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ആദ്യം നമുക്ക് അറിയേണ്ടത് i3 പോലുള്ള പ്രോസസ്സർ 4GB റാം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം പ്രശ്നങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മെഷീൻ ഹാങ് ആകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ i3 10 ജനറേഷൻ ഒക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയി റൺ ചെയ്യും. പക്ഷേ ഒരു 8GB റാമെങ്കിലും വേണം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇറങ്ങാം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ആദ്യമേ തന്നെ കാലി ലിനക്സ് എന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാലിയുടെ ഒഫീഷ്യൽ സൈറ്റ് കാണാൻ പറ്റും. മറ്റൊരു സൈറ്റിലേക്കും പോവാതെ kali.org എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്: ഇൻസ്റ്റാളർ ഇമേജ്, വിർച്വൽ മെഷീൻ. ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇൻസ്റ്റാളർ ഇമേജ്? ഒരു ISO ഫയൽ ഇല്ലേ, അതായത് നമ്മൾ വിൻഡോസ് പോലെയുള്ള OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ISO ഫയൽ. അത്തരത്തിലുള്ള ISO ഫയലാണിത്. നമുക്കിതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒരു വിർച്വൽ മെഷീനിലോട്ടാണ്. അതായത് വിർച്വൽ ബോക്സോ VMwareഓ പോലെ ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു OSനെ യൂസ് ചെയ്യാനും കഴിയും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്: VMware, വിർച്വൽ ബോക്സ്. രണ്ട് ആപ്ലിക്കേഷനും നമ്മൾക്ക് നമ്മളുടെ ബേസ് OSൽ മറ്റൊരു OSനെ റൺ ചെയ്യാൻ അലോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒറാക്കിൾ വിർച്വൽ ബോക്സ് ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് വിർച്വൽ ബോക്സ് ആണ്, കാരണം ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ VMware എടുക്കുകയാണെങ്കിൽ 1 മന്ത് കഴിയുമ്പോൾ അതിൻ്റെ ട്രയൽ പീരീഡ് എക്സ്പയർ ആവുകയും നിങ്ങളുടെ OS പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും വിർച്വൽ ബോക്സ് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യമേ ലിനക്സ് OS ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇത് 3.8GB സൈസ് ഉള്ളൊരു ഫയലാണ്. ഇൻ കേസ് നിങ്ങളുടെ മെഷീനിൽ വിർച്വൽ ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വിൻഡോസിലേക്കുള്ള വിർച്വൽ ബോക്സ് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതും ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ മെഷീനിൽ ഓൾറെഡി വിർച്വൽ ബോക്സ് ഉള്ളത് കാരണം ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരല്പ സമയം എടുത്തു. അത് നിങ്ങളുടെ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നമ്മുടെ കാലി ലിനക്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി കുറച്ച് OSകൾ ഉള്ളത് കാരണം മറ്റൊരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഇതിനെ കോപ്പി ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഒരു OS കംപ്രസ്ഡ് ഫയൽസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13 to 14GB സൈസുള്ള ഫയലാണിത്. എന്നാൽ ഇത് ഹെവിലി കംപ്രസ് ചെയ്ത് 3.8GB ആക്കിയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന വിൻഡോസ് 11ൽ ബൈ ഡിഫോൾട്ട് എക്സ്ട്രാക്റ്റിംഗ് സോഫ്റ്റ്വെയർ ഉള്ളത് കാരണം എനിക്കത് വളരെ സിമ്പിളായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നിങ്ങളുടെ മെഷീനിൽ അത് ഇല്ലെങ്കിൽ നിങ്ങൾ 7-zip അല്ലെങ്കിൽ WinRAR പോലൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വേണം അതിനെ എക്സ്ട്രാക്ട് ചെയ്യുവാനായിട്ട്. ഇപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് കാലി ലിനക്സ് OSനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. 13.9GB ആണ് അതിൻ്റെ റിയൽ സൈസ്. എന്നാൽ 3GB മിച്ചം വരുന്ന ഒരു ഫയലായിട്ടാണ് നമ്മൾ അതിനെ ഡൗൺലോഡ് ചെയ്തത്. ഇത് അല്പസമയം എടുത്തിട്ടായിരിക്കും ഇത്
എക്സ്ട്രാക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ മെഷീൻ ഫാസ്റ്റ് ആണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നതുമാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് i3യുടെ 10 ജനറേഷനായ പ്രോസസ്സറാണ്. അത് കൂടാതെ 7 GB റാമുമാണ് എൻ്റെ മെഷീൻ്റെ കപ്പാസിറ്റി. ഇവിടെ അല്പസമയത്തിന് ശേഷം എൻ്റെ ലിനക്സ് OS എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു OSനെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തത് അവിടെ പോയ ആ OSനെ വിർച്വൽ ബോക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അടുത്തതായി സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണ് നടന്നതെങ്കിലും ഇൻ കേസ് ഒരു എറർ ഈ ഒരു പവറിംഗ് അപ്പിൽ കാണിക്കുകയാണെങ്കിൽ മെഷീൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അത് കൃത്യമായി വർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് പലരുടെയും മെഷീനിൽ ഇതേ ഇഷ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ എനിക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാതെ ആ ഒരു OS കൃത്യമായി ലോഡ് ചെയ്യുകയാണ്. അതെ, കാലി ലിനക്സ് ലോഡായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ലിനക്സ് OS ലോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നുണ്ട് കാലി എന്നാണ് യൂസർ നെയിം, അതുപോലെ തന്നെ കാലി എന്ന് തന്നെയാണ് പാസ്വേഡ് എന്ന്. അപ്പോൾ നിങ്ങൾ അതേ യൂസർ നെയിം പാസ്വേഡ് സ്മോൾ കേസിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി തന്നെ ലോഗിൻ ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മൾ കാത്തിരുന്ന കാലി ലിനക്സ് OS. ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ OS എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിംഗ് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നോക്കിയാൽ ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് കാണാം. ഇതെല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഹാക്കിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പർപ്പസിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ആണിതെല്ലാം. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു സൂപ്പർ യൂസർ അക്കൗണ്ട് ഉണ്ട്. അതായത് വിൻഡോസിൽ അഡ്മിനിസ്ട്രേറ്റർ പോലെ ലിനക്സിൽ റൂട്ട് എന്ന് പറയുന്നൊരു സൂപ്പർ യൂസർ ഉണ്ട്. നമ്മൾ ആ യൂസറിലേക്ക് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സുഡോ su എന്ന് ഞാൻ കൊടുത്തതിന് കാരണം സുഡോ എന്ന് വെച്ചാൽ സൂപ്പർ യൂസർ ഡു എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇവിടെ നമ്മൾ സൂപ്പർ യൂസറായ റൂട്ടിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് പോകുന്നത്. su എന്ന് വെച്ചാൽ സ്വിച്ച് യൂസർ. അങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കും. ഈ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്താലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയില്ല. നിങ്ങൾക്ക് ആ പാസ്വേഡ് കൊടുത്ത് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ കാലി എന്ന ഡിഫോൾട്ട് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം റൂട്ട് അക്കൗണ്ടിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ഈ റൂട്ട് അക്കൗണ്ടിലേക്ക് ആക്സസ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ പുതിയ പാസ്വേഡ് കൊടുത്ത് അത് കൺഫേം ചെയ്യാം. ഈ കൊടുക്കുന്ന പാസ്വേഡുകളൊന്നും തന്നെ അവിടെ കാണിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ലോഗൗട്ട് ചെയ്ത് റൂട്ട് യൂസറിൽ കയറുക. ലാസ്റ്റ് നമ്മൾ കയറിയപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് കാലി എന്ന് പറയുന്ന ക്രെഡൻഷ്യൽസ് ആണ്. അതായത് കാലി എന്ന് പറയുന്ന യൂസർ നെയിമും കാലി എന്ന് പറയുന്ന പാസ്വേഡും. എന്നാൽ നമ്മൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് കയറാൻ പോകുന്ന റൂട്ട് അക്കൗണ്ടിലേക്കാണ്. ഇവിടെ യൂസർ നെയിം റൂട്ട് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്ത പുതിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ആക്സസിലേക്ക് പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അതായത് വിൻഡോസിലൊക്കെ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ലെവൽ ആക്സസ് ആണ് നമുക്കിവിടെ റൂട്ട് യൂസറിനുള്ളത്. നമ്മളുടെ മെഷീൻ സ്മൂത്ത് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അപ്ഡേഷൻ നടക്കുന്നത് കമാൻഡ്സ് വഴിയാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ apt-get update എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മെഷീൻ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നത് നെറ്റ്വർക്ക് വഴിയാണ്. അതുകൊണ്ട് നെറ്റ് കണക്ഷൻ ഇതിൽ ഉറപ്പായിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാലി ലിനക്സ് OSൻ്റെ ഇൻസ്റ്റാളേഷൻ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ വിൻഡോസ് OS ഇൻസ്റ്റാൾ ചെയ്ത പോലെ ബേസ് OS ആക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് പാർട്ടീഷൻ ഉൾപ്പെടെ എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ വളരെ സ്മൂത്തായി നമുക്ക് ലിനക്സ് OSനെ ഇൻസ്റ്റാൾ ചെയ്യുവാനും വേണ്ടത് റിമൂവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇതാണ് വളരെ സിമ്പിളായ മെത്തേഡ്. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ബേസ് OS ഇൻസ്റ്റാൾ ചെയ്ത് കൂടുതൽ ബുദ്ധിമുട്ടാകണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.